ബാക്ക് ടു ചാനൽ. ഒരുപാട് നാളിന് ശേഷം ഞങ്ങൾക്ക് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ്. സോ ഇവിടെ സ്കൂളൊക്കെ അടച്ചു ചെയ്യില്ല, മക്കളെല്ലാം വീട്ടിലിരുന്ന് നല്ല ബോറടിയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു നമ്മുടെ കുറേ നാളത്തെ ഒരു ആഗ്രഹം കൂടാണ് ഞങ്ങളിപ്പോൾ പോകുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. അപ്പം ആ സ്ഥലത്തേക്ക് ഞങ്ങൾ പോകാൻ തീരുമാനിച്ച മക്കളെല്ലാം ഞാൻ ഹസ്ബൻഡ്. സോ ഒരു ചെറിയ സ്റ്റേ ആണത്. അപ്പോൾ എവിടെയാണ് ഞങ്ങൾ പോകുന്നത്, അവിടുത്തെ വിശേഷങ്ങൾ, ബാക്കി കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി ഫുൾ വീഡിയോ കാണുക. ഫ്രണ്ട്സ്, അപ്പോൾ UAE വന്നതിന് ശേഷം നമ്മളെപ്പോഴും ഇങ്ങനെ പാസ് ചെയ്യുമ്പം സ്ഥിരം കാണുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊരാഗ്രഹമായിരുന്നു എന്നെങ്കിലും ഒരിക്കൽ അവിടെ ഒന്ന് പോകണം, കയറണം എന്നൊക്കെ. സോ ഈ ഒരു വെക്കേഷനാണ് അതിന് സാധിച്ചത്. സോ ഇപ്പോൾ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. കാട്ടിത്തര എവിടാണെന്ന്. യെസ്, ക്യൂൻ എലിസബത്ത് 2-ലാണ് നമ്മൾ ഇന്നൊരു ദിവസം സ്റ്റേ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ രജിസ്ട്രേഷനും അതിൻ്റെ ബാക്കി എമൗണ്ടും കാര്യങ്ങളൊക്കെ പുറകെ നമ്മൾ പറയുന്നതായിരിക്കും. പിന്നെന്താ, നമുക്ക് അത്യാവശ്യം ഇത്രയും വലിപ്പമുള്ള ഒരു ഷിപ്പിൽ ഫസ്റ്റ് ടൈമാണ് കയറുന്നത്. ഏകദേശം ക്യൂൻ എലിസബത്തിൻ്റെ ലെങ്ത് എന്ന് വെച്ചാൽ നമ്മുടെ ബുർജ് ഖലീഫയുടെ 1/3 ഭാഗം, അതാണ് ഞാൻ കറക്റ്റ് ആണെങ്കിൽ അതാണ് അതിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ റൂംസൊക്കെ ആണെങ്കിലും നമുക്ക് പല കാറ്റഗറി ഉണ്ട്. സിറ്റി വ്യൂ, സീ വ്യൂ, ഫാമിലി റൂംസ്, അങ്ങനെ പിന്നെ വിത്ത് ബാൽക്കണി. റേറ്റും കാര്യങ്ങളൊക്കെ വ്യത്യാസം ഉണ്ടാവും. സോ അതുകൊണ്ട് ഇപ്പം നമുക്ക് ഷിപ്പിനകത്ത് കയറിയതിന് ശേഷം റൂംസും ഫെസിലിറ്റീസും അതുപോലെ തന്നെ അതിൻ്റെ ചാർജസും ഒക്കെ കാണാം. Baby food preparation. ഹായ് ഗൈസ്, അപ്പോൾ നമുക്ക് റൂമെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. നോർമലി ഇപ്പോൾ ഇവിടെ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടി പറയാണ്, ഒരു നോർമൽ റൂമിന് ഇവിടെ റേറ്റ് എന്ന് പറയുന്നത് 370 ആണ്. ഇപ്പോഴത്തെ ഒരു വലിയ സീസൺ അല്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ക്യാപ്റ്റൻസ് റൂം ഉണ്ട്. നമ്മളിപ്പോൾ എടുത്തിരിക്കുന്ന ക്യാപ്റ്റൻസ് റൂമാണ്. കുറച്ചും കൂടി ഫെസിലിറ്റി, ബാൽക്കണി എല്ലാം നമുക്കുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് നല്ലൊരു വൈബായിരിക്കും. അപ്പോൾ അതിന് വരുന്നത് 550 ആണ്. നമുക്കൊരു +1 കിഡ് വരുന്നത് കൊണ്ട് 100 dirhams എക്സ്ട്രാ 650 ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ റേറ്റും കാര്യങ്ങളും. ഇനി ഇവിടുത്തെ ഫെസിലിറ്റി, ബാക്കി ഒരു ഷിപ്പ് ടൂറും ഒക്കെ നമുക്ക് പെൻഡിങ് ഉണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് പോകാം.
കുഞ്ഞു മോക്ക് കിടക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു തൊട്ടില്ല. പക്ഷെങ്കിൽ ഇതിലിപ്പോ ആരാ കിടക്കുന്നത് നമുക്കൊന്ന് കാണാമല്ലോ. അയ്യേ ഷേം ഷേം. ഹായ് ഫ്രണ്ട്സ്, ഇത് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയിട്ടുണ്ട്. അപ്പോൾ കാലത്തുള്ള ഓരോ കട്ടൻ കാപ്പിയും കുടിച്ചുള്ള ഈ വ്യൂ അത് ശരിക്കും ഒരു പൊള്ളി ആയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വ്യൂ ശരിക്കും ഇങ്ങനെ കിട്ടണമെങ്കിൽ അത് ഉറപ്പായിട്ട് നമ്മൾ ആ ക്യാപ്റ്റൻസ് റൂം എടുത്തെങ്കിലേ നമുക്ക് ഇങ്ങനെ ബാൽക്കണി ഈ വ്യൂ ഒക്കെ കിട്ടത്തുള്ളൂ. സോ നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ട് മിസ് ചെയ്യാതെ ആ റൂം തന്നെ എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള ഒരു ടെൻഷനൊന്നും കാര്യമില്ല. പ്രത്യേക ഒരു ക്രെഡിലും കാര്യങ്ങളും കുഞ്ഞിന് വേണ്ട സംഭവങ്ങളൊക്കെ ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എനിക്കൊരു 9 month ഓൾഡ് ബേബി ഉണ്ട്. സോ അവളുടെ എല്ലാ കാര്യവും ഞാനിവിടെ വന്നിട്ട് ഒന്നും എനിക്ക് ബുദ്ധിമുട്ട് തോന്നിയില്ല. കാരണം എല്ലാവരും നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് തന്നെ നമുക്കിവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. നമ്മുടെ ഈ ഒരു പാക്കേജിനകത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ്. സോ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പം അവിടുത്തെ എന്തൊക്കെയാണ് ഡിഷസെന്നും കാര്യങ്ങളെന്നൊക്കെ നമുക്ക് കാണാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ്. നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. സത്യത്തിൽ ഒരു ഉറക്കം വരുന്നുണ്ട്, പക്ഷേ ഇപ്പോൾ ഉറങ്ങി ശരിയാവില്ല. 3 o'clock വരെയൊക്കെയാണ് നമുക്ക് ടൈം തന്നേക്കുന്നത്. 3 o'clock ആണ് ചെക്ക് ഔട്ട്. സോ അതിന് മുമ്പ് നമ്മൾ ഇന്നലെ പോകാതെ പെൻഡിങ് വെച്ചിട്ട് നമ്മുടെ പൂളാണ്, നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വഴി കണ്ടുപിടിക്കാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ്. കാരണം അവിടെ ഇവിടെയൊക്കെ ലിഫ്റ്റും അവിടെ ഇവിടെയൊക്കെ സ്റ്റെപ്പുമാണ്. സോ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. വരുവാണെങ്കിൽ ബി കെയർഫുൾ, ലാൻഡ് മാർക്സ് വെച്ചോണം. നിങ്ങളുടെ റൂം കണ്ടുപിടിക്കാൻ നല്ല പാടുള്ളൂ. ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ക്യൂൻ എലിസബത്തിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യണമെന്ന്. എന്തായാലും അത് സാധിച്ചു. 3 o'clock ആയി, ചെക്ക് ഔട്ട് ടൈം ആയിട്ടുണ്ട്. കുറച്ച് വിഷമമുണ്ട്, ഈ വ്യൂ ഒക്കെ മിസ് ചെയ്യും ഞങ്ങൾ. കുഴപ്പമില്ല, കാരണം അത്യാവശ്യം കുഴപ്പമില്ല. അതൊരു ട്രിപ്പ് ഞങ്ങൾക്ക് അടുത്തത് വെയിറ്റിംഗ് ഉണ്ട്. സൂൺ ആ വീഡിയോയുമായി വരുന്നതായിരിക്കും ഞങ്ങൾ.